ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റായ ഇഡ്ഡലിയാണ്. എങ്ങനെയാണ് വളരെ സോഫ്റ്റായ നല്ലൊരു ഇഡ്ഡലി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് 250 ml 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് പച്ചരി എടുത്താൽ മതി. ഇനി നമുക്കിത് കുതിർക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് 250 ml 1 കപ്പ് ഉഴുന്നും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതും കൂടി മാറ്റി വെക്കുകയാണ്. നമ്മുടെ പച്ചരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. രാവിലെ ഇട്ടതാണ്, വൈകുന്നേരമാണ് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് പച്ചരി കുതിർത്തിയെടുത്തത് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 250 ml 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഉഴുന്ന് കുതിർത്തിയതും ഇതുപോലെ തന്നെ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് വളരെ സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ബാക്കിയുള്ള അരി കൂടി അരച്ചതാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ എല്ലാ അരിയും ഉഴുന്നും ഇവിടെ അരച്ചു കഴിഞ്ഞു. ഇനി നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഒരു തവി വെച്ച് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടും നമുക്കിത് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ മിക്സാക്കിയാലേ ഇത് വളരെ സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഒരു 2 സെക്കൻഡ് നേരം നമുക്കിത് തവി വെച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ടും നമുക്കിതൊരു 2 സെക്കൻഡ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിത് നൈറ്റിലാണ് കലക്കി വെക്കുന്നത്. രാവിലെ കുതിർത്തിയിട്ട അരി 5 മണിക്ക് ശേഷം അരച്ച് വെച്ച് ഒരു ഓവർനൈറ്റ് ഫുള്ളായി നമുക്കിത് മൂടി വെക്കണം. ഇങ്ങനത്തെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് പിന്നെ തവി വെച്ചിട്ടും മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെക്കാം. ഇത് രാവിലെ എണീറ്റപ്പോൾ ഇതാ ഇഡ്ഡലി മാവെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി ഒരു തവി വെച്ച് നമുക്ക് ഇളക്കി ഉപ്പില്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് നമുക്ക് കൊടുക്കാം. ഉപ്പ് നല്ല പാകമായിട്ടുള്ളതിനാൽ ഞാനിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള പുളിയുമുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഇഡ്ഡലി തട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലിയുടെ തട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ വെച്ച് ഇഡ്ഡലി തട്ടിൽ ഓയിൽ തടവിയതിന് ശേഷം ഓരോ തവി മാവ് നമുക്ക് ഇഡ്ഡലിൻ്റെ ഈ തട്ടുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 10 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഈ ഇഡ്ഡലി റെഡിയായി നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ ആവി വന്നിട്ട് ഈ നമ്മുടെ ഇഡ്ഡലി നമുക്ക് റെഡിയായി കിട്ടും. വളരെ രുചികരമായ ഒരു ഇഡ്ഡലിയാണ്. നിങ്ങളിത് തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ രണ്ടാമത്തെ തട്ടും ഇതിൻ്റെ മീതേക്ക് വെച്ച് ഈ തട്ടിലും മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു തട്ടെടുത്ത് മാറ്റാം. അങ്ങനെ നമുക്ക് 2 തട്ടും പുറത്തെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഇതിൻ്റെ സൈഡെല്ലാം കുത്തിക്കൊടുത്ത് നമുക്ക് ഇഡ്ഡലിയെ പുറത്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റായ ഇഡ്ഡലി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ഡലി പാത്രത്തിന് അധികം കുഴിയൊന്നും ഇല്ലാത്തതിനാലാണ് ഇത്രയും ചെറിയ ഇഡ്ഡലിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇഡ്ഡലിയുടെ കുഴി കൂടുതലാണെങ്കിൽ നമുക്ക് നല്ല വലിയ ഇഡ്ഡലി തന്നെ കിട്ടും. അത് നിങ്ങളുടെ വീട്ടിലുള്ള ഇഡ്ഡലി പാത്രത്തിനനുസരിച്ച് ഇരിക്കും. അത് കണ്ടോ?
വളരെ സോഫ്റ്റായ ഒരു ഇഡ്ഡലിയാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. സാമ്പാറിനൊപ്പവും ചട്നിക്കൊപ്പവും ചമ്മന്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ഇഡ്ഡലിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.